ഹൃദയം സിനിമയിൽ പ്രണവ് മോഹൻലാലിന്റെ കഴുത്തിന് കുത്തിപ്പിടിക്കുന്ന ഒരു സംഭവമുണ്ട്. ഹൃദയപൂർവ്വം സിനിമയിൽ ലാലേട്ടനെ കാല് പിടിച്ച് പൊക്കുന്ന സാധനമുണ്ട്. മോഹൻലാൽ കുടുംബത്തോടെ എന്തെങ്കിലും വൈരാഗ്യമുണ്ടോ? ഹൃദയപൂർവ്വത്തിൽ ആക്ച്വലി കാല് പിടിച്ച് പൊക്കുന്നെങ്കിലും സഹായിക്കാൻ വേണ്ടിയിട്ടാണ്, ഹൃദയത്തിലെ പോലെയല്ല. ആക്ച്വലി ഇന്നലെ ലാലേട്ടൻ എനിക്ക് വാട്സപ്പിൽ അയച്ചിട്ടുണ്ടായിരുന്നു, ഒരു ട്രോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ പ്രണവിനെ ഇടിക്കുന്ന മറ്റേ ബസ്സിന്റെ അവിടെ വെച്ച് ഇടിക്കുന്നതും അത് കഴിയുമ്പോഴേക്കും എന്റെ പിള്ളേരെ തൊടുന്നോളാം, അത് പറഞ്ഞിട്ട് ലാലേട്ടൻ എന്റെ അതോടെ മിക്സ് ചെയ്ത് അത് ലാലേട്ടൻ തന്നെ എനിക്ക് അയച്ചു, ആരും ഫോർവേഡ് കൊടുത്തിട്ട്. അപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതായത് എന്റെ ഫസ്റ്റ് പടമാണ് ഹൃദയം ആസ് ആൻ ആക്ടർ. അവിടെ നിന്ന് ഇവിടെ എത്തുമ്പോൾ ലാലേട്ടൻ, ആദ്യം പ്രണവിന്റെ കൂടെ, ഇപ്പൊ ലാലേട്ടന്റെ കൂടെ എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഉയരങ്ങളിലേക്ക് തന്നെ പോട്ടെ. മോഹൻലാൽ ശ്രീനിവാസൻ കോംബോ എന്ന് പറയുന്ന പോലെ തന്നെയാണ് മോഹൻലാൽ സംഗീത് പ്രതാപ് കോംബോ വരുമ്പോൾ അവർ ഭയങ്കര ആ കോംബോ പോലെ തന്നെ ഫീൽ ചെയ്യുന്നു. സത്യനന്ദിക്കാട് സാറിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടു. എങ്ങനെ എൻജോയ് ചെയ്തു ആ ഒരു മൊമെന്റ്സ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ശരിക്കും? ഇങ്ങനെ എന്തുകൊണ്ടായിരിക്കും സത്യനന്ദിക്കാട് സാർ ഇങ്ങനെ പറയാമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എന്തായിരിക്കും കണ്ടത്? ഒരു പക്ഷേ നമ്മൾ ഈ എല്ലാ കാര്യങ്ങളും കൂടി ഒരു നിമിഷത്തിലേക്ക് വന്നു ഇന്ന് നമ്മൾ സ്റ്റക്കായി പോകുന്നൊക്കെ പറയുന്ന പോലെ ആയിരുന്നു സത്യൻ സാർ അങ്ങനെ പറഞ്ഞപ്പോൾ. അത് ആ സ്റ്റേറ്റ്മെന്റിനേക്കാൾ എനിക്ക് ഏറ്റവും വലിയ ഒരു ടേക്ക് അവേ അതിൽ നിന്നുള്ളത് അത് ആര് പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ അല്ല, ശരിക്കും പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ വരെ അവരുടെ വരെ സിനിമ ഇഷ്ടങ്ങളുടെ സമയത്തുള്ളവരാണ് സത്യൻ സാറ്, ശ്രീനിവാസൻ സാറ്, ലാലേട്ടനൊക്കെ. അപ്പം അവരോട് നമ്മൾ കമ്പയർ ചെയ്യപ്പെടുന്നത് തന്നെ എനിക്കറിയില്ല. അത് വേറെ ആരെങ്കിലും ആണ് പറയുന്നെങ്കിൽ ഞാൻ പറയും, അയ്യോ അങ്ങനെ പറയില്ലേ എന്ന് പറയുന്ന കാര്യങ്ങളാണ്. ഞങ്ങൾ ആക്ച്വലി പ്രേമിലും ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എൻ്റെയും നെസ്ലിൻ്റെയൊക്കെ വെച്ചിട്ട് ഇങ്ങനത്തെ കുറെ കമ്പാരിസൺസ് ഒക്കെ ഇങ്ങനെ സ്നേഹത്തോടെ ആൾക്കാർ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പറയും പേടിയാണ് എന്നുള്ളത്. അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളോട് നേരിട്ട് പറയുമ്പോൾ പറയും, അയ്യോ ഇങ്ങനെ പറയില്ലേ എന്ന് പറയും. പക്ഷെ ഇത് പറയുന്ന ആള് ഭയങ്കര ലെജൻഡായിട്ടുള്ള നമ്മളുടെ സിനിമ ഇഷ്ടങ്ങൾ വളർത്തിയ ആൾക്കാരാകുമ്പോൾ അത് ഭയങ്കര നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല അതിനോട്. ഇമോഷണലി ഭയങ്കര അതായിരുന്നു ഈ കുറെ നാളെത്തിയിട്ട് നമ്മൾ വായിക്കുമ്പോൾ ഒക്കെ കണ്ണ് നിറയാന്ന് പറയുന്ന ഒരു മൊമെന്റ് ഉണ്ടാകുന്നത് കുറെ നാൾക്ക് ശേഷമായിരുന്നു. ബാക്കിയെല്ലാം ഇങ്ങനെ സന്തോഷത്തോടെ എൻജോയ് ചെയ്ത് പോകുമ്പോൾ ചില മൊമെന്റ്സ് നമുക്ക് ഒരു വേറൊരു കാര്യമായി വിളിച്ചതിനുശേഷം സാറായിട്ട് സംസാരിക്കുകയും ചെയ്തു. ഇല്ല, ഞാൻ അതിനുശേഷം സംസാരിച്ചിട്ടില്ല. ഞങ്ങൾ ആക്ച്വലി ഷൂട്ട് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് വിളിക്കാൻ പറ്റിയിട്ടില്ല. ഞാനും പിന്നെ ഇങ്ങനെ വിളിച്ചിതാക്കാറില്ല. അപ്പൊ ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് അനൂപേട്ടനും ഉണ്ടായിരുന്നു വർക്ക് ചെയ്യാൻ, അനൂപ് സത്യൻ. അപ്പൊ അനൂപേട്ടനും പറയാറുണ്ട് ഇങ്ങനെ എന്നെ കാണണം എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പൊ ഇങ്ങനെ പോണം ഇനി ഒരു അടിപൊളിയാവട്ടെ. എനിക്ക് തോന്നുന്നു പ്രേമലു തന്ന ശരിക്കും പറഞ്ഞ ഒരു അപ്സൈഡ് ഡൗൺ എന്താ പറയുക, അതിനൊരു ഒരു ഭയങ്കര ജീവിതത്തിൽ വലിയൊരു യൂട്ടേൺ എന്ന് പറയാം, ജീവിതം തിരിച്ചുവിടുന്ന ഒരു സാധനം. അതുവരെ എഡിറ്ററാണ്, എന്നാൽ ഹൃദയത്തിൽ അഭിനയിക്കുന്നു. പ്രേമലുവിന് ശേഷമാണ് ശരിക്കും ഫോക്കസ്ഡ് ആയത്, ആക്ടിങ്ങിലേക്ക് തന്നെ ഫോക്കസ്ഡ് ആയത്. എന്നാൽ സർക്കിട്ട് എഡിറ്റ് ചെയ്യുകയും ചെയ്തു. ഞാൻ ആക്ടിങ്ങിലേക്ക് ഫോക്കസ്ഡ് ആയത് പ്രേമലുവിന് ശേഷം തന്നെ എന്ന് പറയാം. കാരണം അതിനു മുമ്പ് എനിക്ക് ഭയങ്കര ബേസിക്കലി ഫിലിം മേക്കിങ്ങും എഡിറ്റിങ്ങും തന്നെയായിരുന്നു പെർസ്യൂ ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ മാർക്ക് ഉണ്ടാക്കണം എന്നുള്ളതായിരുന്നു ആഗ്രഹം. അഭിനയം ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഏറ്റവും കംഫർട്ട് സോണുള്ള ആളുകളുടെ കൂടെ ചെയ്തു പോകുന്നു എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനെ പാഷനേറ്റ് ആയിട്ട് കാണുകയും അതിൽ എഫേർട്ട് ഇട്ട് കഥകൾ കേൾക്കുന്നത് തുടങ്ങിയ എഫേർട്ടാണല്ലോ. നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നത്, യെസ്സും നോയും പറയുന്നത്, പിന്നെ ഒരു സിനിമയുടെ ഓരോ ദിവസങ്ങളും വലിയ എഫേർട്സ് ആണ്. ഷൂട്ടിന്റെ സമയം, അതിനുശേഷം പ്രൊമോഷൻസ്. അപ്പം ഇങ്ങനെ ഒരു വലിയ ട്രാവലാണ്. ആസ് ആൻ ആക്ടർ നമ്മൾ എടുക്കേണ്ടി വരുന്നതും വലിയൊരു ട്രാവലാണ്. അപ്പം അതിനേക്കുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയതിന്റെ റീസൺ പ്രേമലു തന്നെയാണ്. ഈ പ്രേമലുവിന് ശേഷം കുറച്ച് സീരിയസ് ആവുന്നു. അപ്പൊ പിന്നീട് വരുന്ന ഈ സ്ക്രിപ്റ്റ് സെലക്ഷൻ പരിപാടികളൊക്കെ എങ്ങനെയാണ്? ഇപ്പം ഓഫ് കോഴ്സ് ഹൃദയപൂർവ്വത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അതിന് പ്രത്യേകിച്ച് സെലക്ട് ചെയ്യേണ്ട കാര്യമില്ല. ലാലേട്ടൻ സത്യനന്ദിക്കാട് എന്ന് പറഞ്ഞ രണ്ട് ലെജൻസിന്റെ കോംബോയിലേക്ക് വിളിക്കുന്നു. ഇനി കുറച്ചുകൂടി സെലക്ട് ചെയ്യുമോ? പിന്നെ ഇപ്പം പ്രൊഡക്ഷൻ നമ്പർ 20 ആഷിഖ് ഉസ്മാന്റെ പ്രൊഡക്ഷനിൽ നായകനായിട്ട് വരുന്നു, മമിത സംഗീത് കോംബോ വരുന്നു. ഇപ്പോഴത്തെ ഒരു സെലക്ഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ എങ്ങനെയാണ്? പ്രേമലുവിന് ശേഷമാണ് ആക്ടർ എന്നുള്ള രീതിയിൽ സിനിമകളുടെ കഥ കേട്ടതിന് ശേഷം ചൂസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പം അതൊരു സത്യം പറഞ്ഞ ഒരു പ്രിവിലേജ് തന്നെയാണെന്ന് പറയാം. കാരണം നമുക്ക് വരുന്ന ഒരുപാട്, ഞാൻ എണ്ണം പറയുന്നില്ല, അങ്ങനത്തെ എണ്ണാറുണ്ട്. ഫസ്റ്റ് തുടങ്ങിയ ഞാൻ കേൾക്കുന്ന കഥകളൊക്കെ നമ്മൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളുകൾ പോലും നമ്മളെ വിളിക്കുക, നമ്മൾ സിനിമയുടെ പാർട്ടാവാന്ന് വിചാരിച്ചിരുന്ന ആൾക്കാർ നമ്മൾ വിളിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഭാഗ്യം തന്നെയാണ്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾക്കൊരു റെസ്പോൺസിബിലിറ്റി പോകുന്നുണ്ടല്ലോ. ലൈക്ക് ആസ് ആൻ ആക്ടർ ആളുകൾ നമ്മളിങ്ങനെ ഭയങ്കര
എന്താ പറയുക ക്രിട്ടിക്കലി ആണ് നമ്മളെ നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആക്ച്വലി അഭിനയിച്ച് തുടങ്ങിയിട്ടുള്ളൂ. ഒരു പ്രോപ്പറായിട്ട് പറയാൻ പറ്റുന്ന 2-3 സിനിമകളാണ് ആളുകൾ സംഗീതം എന്നുള്ള രീതിയിലോ അമൽ ഡേവിസ് എന്നൊക്കെ ഉള്ളതിൻ്റെ ബാക്ക്ഡ്രോപ്പിലും പോലും കണ്ടു തുടങ്ങിയത്. പക്ഷെ എന്നിട്ടും ഈ പറഞ്ഞ പോലെ ക്രിറ്റിസിസം കുറച്ച് അധികം നമ്മൾ നേരിടേണ്ടി വരുന്നുണ്ട് പല രീതിയിലും. ഞാൻ എന്നെപ്പറ്റി മാത്രമല്ല ആസ് ആൻ ആക്ടേഴ്സ് ഉള്ളൊരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് പറയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പറയുന്നത് ഭയങ്കര ക്ലിയർ ആണെന്ന് നമുക്ക് തന്നെ തോന്നും. ആദ്യത്തെ കമൻറ്റ് മാത്രമേ വിഷമിപ്പിക്കുള്ളൂ. രണ്ടാമത്തേത് തുടങ്ങി നമുക്ക് തോട്ട്സ് ആണ്, ഇത് ശരിയാണല്ലോ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ട് മാക്സിമം എന്തെങ്കിലുമൊക്കെ ആളുകൾക്കും സെർവ് ചെയ്യാൻ പറ്റുന്ന, എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകൾ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. പിന്നെ നമ്പർ ഓഫ് സിനിമകളേക്കാൾ ക്വാളിറ്റി കണ്ടന്റുകളുടെ ഭാഗമാവാനാണ് ശ്രമിക്കുന്നത്. എല്ലാ ആക്ടേഴ്സിൻ്റെ ലൈഫിലും ഒരു സിനിമ ഉണ്ടാവും അവരുടെ കരിയറിൽ തിരിച്ചു വിടുന്നൊരു സിനിമ. ചിലപ്പോൾ അവർ അത് വെച്ചിട്ടായിരിക്കും പിന്നീടുള്ള കാലഘട്ടം മുഴുവൻ അറിയപ്പെടുന്നത്. ഇപ്പോൾ മണിയമ്പിള്ള രാജു, അദ്ദേഹത്തിൻ്റെ പേര് തന്നെ അങ്ങനെയായി മാറി. പക്ഷേ അതിനുശേഷം അദ്ദേഹം ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്യുന്നവർ ഒരുപാട് നടന്മാരും നടിമാരും നമ്മുടെ ഇൻഡസ്ട്രിക്കകത്തുണ്ട്. ഇപ്പം പ്രേമലുവിന് മുന്നേ പല സിനിമകൾ അഭിനയിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴും സംഗീത് പ്രതാപ് എന്ന് പറയുന്നതിലും ആൾക്ക് നമ്മുടെ അമൽ ഡേവിസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കണക്റ്റ് ആവും. ഈ അമൽ ഡേവിസ് ആക്ച്വലി പോസിറ്റീവാണ് ഒരു പരിധി വരെ, പക്ഷെ അതിൽ നിന്നൊരു മോചനത്തിന് വേണ്ടി ശ്രമിക്കുന്നില്ല. അമൽ ഡേവിസ് എന്നുള്ള ഐഡന്റിറ്റിയിൽ തന്നെ അറിയപ്പെടുക. ഇപ്പോഴും ഹരിഹരസുധൻ ഓഫ് കോഴ്സ് വന്നു, ഇപ്പൊ ഹൃദയപൂർവ്വം വരുന്നു. എന്നാലും സംഗീത് പ്രതാപ് എന്ന് പറഞ്ഞാൽ കൂടെ അമൽ ഡേവിസ് ഓട്ടോമാറ്റിക്കലി ആൾക്കാർ ചേർക്കും. അത് ശരിക്കും പറഞ്ഞ ഒരു ആക്ടറെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു റിസ്ക് എലമെന്റ് അല്ല, അതിൻ്റെ അത് മാറണം എന്ന് ചിന്തിക്കാറുണ്ടോ? ആ ഒരു പേരിനെ ഓവർകം ചെയ്യണം. ഞാൻ രണ്ടാമത്തെ സിനിമ തുടങ്ങിയ നമ്മൾ ചെയ്യുന്ന വർക്കിൽ അത് മാറണം എന്നുള്ളത് ഭയങ്കര അലേർട്ടായിരുന്നു. അതായത് ഇപ്പോൾ ഹരിഹരസുധൻ ചെയ്യുമ്പോൾ അതിൽ നിന്നൊരു മാറ്റം വരണം എന്നുള്ള ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്കും തോന്നിയത് പിന്നീടാണെങ്കിലും ആളുകൾക്ക് അത് കൂടുതലും പേരിൽ മാത്രമാണ് അവർ അമൽ ഡേവിസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ വരെ പറഞ്ഞിട്ടുണ്ട്, അമൽ ഡേവിസ് ഹരിഹരസുധൻ നന്നായിട്ട് ചെയ്തു കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി എൻ്റെ പേര് മാത്രമാണ് ഇപ്പോൾ ആളുകൾക്ക് അമൽ ഡേവിസ് എന്നുള്ളത്. ആസ് നമ്മൾ ചെയ്യുന്ന പെർഫോമൻസസ് ആണെങ്കിലും സിനിമകളാണെങ്കിലും മാറ്റി കൊടുക്കുമ്പോൾ ആൾക്കാർ ഹാപ്പി ആവും തന്നെയാണ് തോന്നുന്നത്. എനിക്ക് ആ ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ചില സ്ഥലങ്ങൾ ഇപ്പോൾ പ്രത്യേകിച്ച് ഹൃദയപൂർവ്വത്തിൽ പറയുമ്പോൾ അവരുടെ ക്യാരക്ടർ ഭയങ്കര ടൈലർ മെയ്ഡ് അമൽ ഡേവിസ് ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആയിരുന്നു എഴുത്തിലുമൊക്കെ, ഹൃദയപൂർവ്വത്തിലും. അപ്പോൾ പ്രതീക്ഷിക്കുക അതാണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് പറയുമ്പോൾ ഇത് ലാലേട്ടൻ്റെ പ്രേമലു എന്ന് പറയുന്നതിൽ ഒരു ഭയങ്കര അതിലെ പ്രേമലു ഫാക്ടർ ഒരു പരിധിവരെ ഞാനും കൂടിയാണ്, അമൽ ഡേവിസും കൂടിയാണ്. ഞാനതിൽ കണ്ട ഒരു ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഞാൻ നെസ്ലിൻ്റെ അടുത്ത് എനിക്ക് ഏത് ലെവലിലോട്ട് കംഫർട്ട് സോണാണോ ഉണ്ടായിരുന്നത് അതേ കംഫർട്ട് സോണിൽ ലാലേട്ടൻ്റെ കൂടെ ചെയ്യുമ്പോൾ കിട്ടുക. അപ്പോൾ ആ പെർഫോമൻസ് കാണുമ്പോൾ ആൾക്കാർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് ആദ്യം ശരിക്കും ഫസ്റ്റ് ഡേ ഒക്കെ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. ചെയ്തു തുടങ്ങുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഡേ ആണ് എനിക്ക് കൂടുതലും ക്യാരക്ടർ ഡീറ്റെയിലിംഗ് ഒക്കെ കിട്ടിയത്. അപ്പോൾ അയ്യോ ഇതിപ്പോൾ അമൽ ഡേവിസ് പോലെ ആവും. എനിക്ക് ഹരിഹരസുധനിൽ അത് ഉണ്ടായിരുന്നില്ല. നമുക്ക് ആദ്യം മുതലേ ക്യാരക്ടർ ചെയ്യുമ്പോൾ അറിയാം ഇത് വേറെ പരിപാടിയാണെന്നുള്ളത്. അപ്പോൾ ഇതിലങ്ങനെ ഡൗട്ട് ഉണ്ടായെങ്കിലും പിന്നെ സ്ക്രീനിൽ ആൾക്കാർ എൻജോയ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായത്, ഇവർക്ക് എന്നിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ ലാലേട്ടൻ്റെ കൂടെ ചെയ്യുമ്പോൾ അവർക്കൊരു സന്തോഷം, അവർ ചിരിക്കുന്നു എന്ന് പറയുന്നതാണ് എനിക്ക് ഹൃദയപൂർവ്വത്തിൽ നിന്നുള്ള ഏറ്റവും വലിയ ടേക്ക് അവേ. ഞാനൊരു ഭയങ്കര പുതിയ ഒരു കാര്യം ചെയ്തതിനേക്കാൾ അത് ലാലേട്ടൻ്റെ കൂടെ ചെയ്യുമ്പോൾ കിട്ടിയൊരു ആ കോമ്പിനേഷൻ. എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞതാ, ലാലേട്ടൻ്റെ ഭയങ്കര ഓർമ്മയുള്ള ഒരു ലാസ്റ്റ് എന്നൊക്കെ, അവനും ഞാനും പറയുന്നത് കറക്റ്റാണോ എന്ന് അറിയില്ല, ലാസ്റ്റ് ഒരു കോമ്പിനേഷൻ അറബി ഒട്ടകത്തിലെ മുകേഷ് ഏട്ടനായിട്ടുള്ള. ബാക്കി പിന്നീട് വന്നതൊക്കെ സ്റ്റാൻഡ് അലോൺ ലാലേട്ടൻ്റെ കൂടെയും ഓപ്പോസിറ്റും ഒക്കെ ആയിട്ടുള്ള പറയാ. അപ്പം അതിന് ശേഷമാണ് ഇത് വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ ചെറുപ്പം തുടങ്ങിയ കണ്ടിട്ടുള്ള കുറേ ഭയങ്കര ഗ്രേറ്റ് കോമ്പിനേഷൻസിൻ്റെ ഒരു റിപ്പീറ്റേഷനായിട്ട് ഇപ്പോൾ പറയുന്നത് ഭയങ്കര സന്തോഷമാണ്. കാരണം ഇപ്പം ഞാൻ പോസ്റ്റുകളൊക്കെ കാണുമ്പോൾ റീസൺ ടു വാച്ച് ഹൃദയപൂർവ്വം ദിസ് കോംബോ എന്ന് പറയുമ്പോഴേക്കും നമ്മൾക്ക് ഭയങ്കര അതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നല്ല, നമുക്ക് അത്രയും മതി, അതിൽ കൂടുതലൊന്നും വേണ്ട. വലിയൊരു അംഗീകാരം തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ.